Okay, all of you mark the attendance. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ രാവിലത്തെ ക്ലാസ്സിൽ എന്താ പറഞ്ഞത്? അമ്മയോട് പറയാൻ എന്ന പുതിയൊരു ലെസൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? ചെറുശ്ശേരിയുടേതാണ് ആ കവിത എന്ന് പറഞ്ഞു അല്ലെ? കൃഷ്ണഗാഥയിൽ നിന്ന് എടുത്ത കുറച്ച് വരികളാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ള അമ്മയോട് പറയാൻ എന്ന കവിത. അപ്പൊ അതിലെന്താണ് സന്ദർഭം എന്നാ പറഞ്ഞത്? ശ്രീകൃഷ്ണനെ കാണാൻ, അതായത് രാജാവായ ശ്രീകൃഷ്ണനെ കാണാൻ അച്ഛൻ നന്ദഗോപര് അമ്പാടിയിൽ നിന്നും ദ്വാരകയിൽ എത്തുന്നതാണ് സന്ദർഭം എന്ന് പറഞ്ഞു അല്ലെ? ഈ കവിതയിൽ നമുക്ക് പറഞ്ഞത് സന്ദർഭം അതാണെന്ന് പറഞ്ഞു. എന്നിട്ട് എന്താ പറഞ്ഞത്? അച്ഛനെ കണ്ടപ്പോൾ അമ്പാടിയിലെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ ഓരോന്നായിട്ട് ആരുടെ? ശ്രീകൃഷ്ണന്റെ മനസ്സിലെത്തുന്നു അല്ലെ? അച്ഛനെ കാണുമ്പോൾ പഴയ കുഞ്ഞായിരിക്കുമ്പോഴുണ്ടാവുന്ന എല്ലാ ഓർമ്മകളും ആർക്ക്? ശ്രീകൃഷ്ണന്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നു. അതൊക്കെയാണ് ഇവിടെ പറയുന്നത് അല്ലെ? അമ്മക്ക് കൊടുക്കേണ്ട കാര്യങ്ങള്, പാല് എന്താണ് മറ്റേ വെണ്ണ കട്ടുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ഓർമ്മയിലേക്ക് എത്തുന്നു. അതായത് ചെറുപ്പത്തിലുണ്ടായ അവന്റെ ലീലകളൊക്കെ ഓർമ്മയിലേക്ക് വരുന്നത് അല്ലെ? അതൊക്കെയാണ് ഇവിടെ മാതൃപുത്ര ബന്ധത്തിന്റെ ഒരു ഊഷ്മളതയാണ് ഈ കവിതയിൽ കൂടെ പറയുന്നത്. നേരത്തെ കുറെ പേര് മനസ്സിലായില്ല എന്ന് പറയുന്നുണ്ട്. അതാണ് ഞാൻ തുടക്കത്തിലേ പറയുന്നുണ്ട്. കൃഷ്ണഗാഥയിലെ വരികളാണ് ഇവിടെ പറയുന്നത്. ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിലെ വരികളാണ് നമുക്കിന്ന് പഠിക്കാനുള്ള പാഠഭാഗം. അമ്മയോട് പറയാൻ എന്ന ഈ കവിതാഭാഗം. ഓക്കെ, എന്താണ് സന്ദർഭം എന്നാ പറഞ്ഞത് നമ്മള്? ശ്രീകൃഷ്ണനെ കാണാൻ ആര്? നന്ദഗോപര് ദ്വാരകയിൽ എത്തുന്നു. അതാണ് ഈ നമ്മുടെ പോയറ്റിന്റെ സന്ദർഭം. അതാണ് പറയുന്നത്. പിന്നെ എന്താണ്? അച്ഛനെ കണ്ടപ്പോൾ, നന്ദഗോപരെ കണ്ടപ്പോൾ ശ്രീകൃഷ്ണനെ അമ്പാടിയിലാണ് കുട്ടിക്കാലത്ത് ശ്രീകൃഷ്ണൻ വളർന്നത് അല്ലേ? അപ്പൊ അവിടുത്തെ ഓരോ ഓർമ്മകൾ ഇങ്ങനെ അയവിറക്കുന്നല്ലേ? അദ്ദേഹം ശ്രീകൃഷ്ണ മനസ്സിലേക്ക് ഓടി വരുന്നു. ഇപ്പോ ഈ ഓർമ്മകളിലൊക്കെ മാതൃപുത്ര ബന്ധത്തിന്റെ, അതായത് അമ്മയും മകനുമായുള്ള ബന്ധത്തിന്റെ ഊഷ്മളത ആണ് ഇതിൽ കാണിച്ചു തരുന്നത്. ഓക്കെ, അത്ര വരെ ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ അത് പറയുന്ന സമയത്ത് ചെറുശ്ശേരിയെ കുറിച്ചും പ്രാചീന കവിത്രയങ്ങളെ കുറിച്ചും ആരോ ഒരാൾ അൺമ്യൂട്ട് ആണല്ലോ, ആധുനിക കവിത്രയങ്ങളെ കുറിച്ചും ഒക്കെ നമ്മൾ പറഞ്ഞു അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ആ പാഠഭാഗത്തിലേക്ക് വരാം. നമ്മളൊന്ന് ഒരു തവണ നമ്മൾ ചൊല്ലിയിട്ടുണ്ട് അല്ലേ? നമുക്ക് പാടി നോക്കാം അല്ലേ? അമ്മയ്ക്കു നൽകുവാൻ ചെമ്മുള്ള ചേലകൾ നന്ദൻ കയ്യിലെ നൽകിച്ചൊന്നാൻ. നൽചേല നാലുമെന്നമ്മതൻ കയ്യിലെ ഇച്ഛയിൽ നൽകേണമിന്നു തന്നെ. എന്നമ്മ തന്നോട് ചൊല്ലണം പിന്നെ നീ എന്നെ മറക്കൊല്ല എന്നിങ്ങനെ. പാൽവെണ്ണയുണ്ണാഞ്ഞ് വേദനയുണ്ടുള്ളിൽ പാരമെനിക്കെന്നു ചൊൽക പിന്നെ. അല്ലേ? അത്രയും വരികളിൽ എന്തൊക്കെയാ പറയുന്നേ? ഒന്നുകൂടി വായിക്കാം, പാടുമ്പോ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക് കേട്ടോ. അമ്മയ്ക്കു നൽകുവാൻ ചെമ്മുള്ള ചേലകൾ നന്ദൻ കയ്യിലെ നൽകിച്ചൊന്നാൻ. നൽചേല നാലുമെന്നമ്മതൻ കയ്യിലെ ഇച്ഛയിൽ നൽകേണം ഇന്നു തന്നെ. എന്നമ്മ തന്നോട് ചൊല്ലണം പിന്നെ നീ എന്നെ എന്താണ് സിദ്ധാന്തേ? ക്ലിയർ ഇല്ലേ? എല്ലാവർക്കും ക്ലിയർ ഇല്ലേ മിസ് പറയുന്നത്? നന്നായിട്ട് കേൾക്കാം. ഓക്കെ, നെറ്റിന് ഒരു പ്രോബ്ലം ഇല്ല കേട്ടോ. യെസ്. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക, എല്ലാരും മ്യൂട്ട് ചെയ്തേ. ഓക്കെ, എന്താ പറഞ്ഞ? അമ്മയ്ക്കു നൽകുവാൻ ചെമ്മുള്ള ചേലകൾ. ആരോ ഒരാൾ സംസാരിക്കുന്നു, അതാണ് സൗണ്ട്. ചെമ്മുള്ള ചേലകൾ നന്ദൻ കയ്യിലെ നൽകിച്ചൊന്നാൻ.
ശാന്തേ ശരിക്കും ശ്രദ്ധിച്ചേ, നല്ല സൗണ്ട് ഉണ്ട്, ഒരു കുഴപ്പമില്ല നെറ്റിന് കേട്ടോ. ഓക്കെ, അപ്പൊ എന്താ പറയുന്നത്? ചെമ്മുള്ള എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ചെമ്മുള്ള എന്ന് പറഞ്ഞ എന്താ അർത്ഥം മക്കളെ? ഭംഗിയുള്ളത്. ചെമ്മുള്ള, ഭംഗിയുള്ള. അമ്മയ്ക്കു നൽകാൻ എന്താണ്? ചെമ്മുള്ള ചേലകൾ. ചെമ്മുള്ള ഭംഗിയുള്ള ചേല, വസ്ത്രം. ചേല, വസ്ത്രം. അപ്പോ ഭംഗിയുള്ള ചേലകള് നന്ദന്തൻ കയ്യിലെ നൽകിച്ചെന്ന്. ചെറുങ്ങനെയാണോ കേൾക്കുന്നത്? ഞാൻ ഈ മൈക്ക് ഇവിടെ തന്നെ പിടിക്കുന്നുണ്ടല്ലോ. മൈക്ക് അകത്ത് പിടിക്കുമ്പോ കേൾക്കാൻ പറ്റുന്നില്ല, ചെറുതായിട്ട് കേൾക്കുന്നില്ല. ഓക്കെ, ഞാൻ ഇത് ഇവിടെ തന്നെ പിടിക്കാം. പക്ഷെ ഇത് ക്ലിയർ ആയി നിൽക്കുന്നില്ല, ഇത് താണു പോകുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇതിനെ പിടിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയി കേൾക്കാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾ മിണ്ടാതിരിക്കും മക്കളെ, എന്നാലും ക്ലിയർ വരും. ഞാൻ മ്യൂട്ട് ചെയ്യാതെ രക്ഷയില്ല അല്ലേ? സ്വന്തം മ്യൂട്ട് ചെയ്തോട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആൻസർ പറയാൻ വേണ്ടി എളുപ്പമാവുമല്ലോ വിചാരിച്ചിട്ട് ഞാൻ എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെക്കാത്തെ. പക്ഷെ ചെയ്യാതെ ഒരു രക്ഷയില്ല. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക. അമ്മയ്ക്കു നൽകുവാൻ ചെമ്മുള്ള ചേലകൾ. ചെമ്മുള്ള, ഭംഗിയുള്ള. ചേല, വസ്ത്രം. അർത്ഥം അങ്ങനെയാണ്, ചേല, വസ്ത്രം. നന്ദന്തൻ. നന്ദന്തൻ ആരാ? നന്ദഗോപുരം അല്ലേ? നന്ദൻ തൻ കയ്യിൽ നൽകിച്ചൊന്നാൻ അല്ലെ? ശ്രീകൃഷ്ണൻ എന്ത് ചെയ്തു? അമ്മയ്ക്ക് നൽകാൻ വേണ്ടി ഭംഗിയുള്ള ചേലകള് അച്ഛന്റെ കയ്യിൽ, നന്ദഗോപയുടെ കയ്യില് കൊടുത്തു അല്ലെ? അതാണ് പറഞ്ഞത്. നന്ദന്തൻ ഭംഗിയുള്ള ചേലകൾ അച്ഛന്റെ കയ്യിൽ, അതായത് നന്ദഗോപരുടെ കയ്യിൽ കൊടുത്തു എന്നാണ് പറഞ്ഞത് അല്ലെ? ഭംഗിയുള്ള ചേല, വസ്ത്രം എന്നാണ് അർത്ഥം. ഓക്കെ, നൽചേല, നല്ല ചേല, നാലുമെന്നമ്മതൻ കയ്യിലെ ഇച്ഛയിൽ നൽകേണം ഇന്നു തന്നെ. ഇച്ഛ, ഇച്ഛ പറഞ്ഞെന്താ? ഇഷ്ടം, ആഗ്രഹം എന്നൊക്കെയാണ് അർത്ഥം അല്ലെ? ഇച്ഛ, ആഗ്രഹം എന്നാണ് അർത്ഥം അല്ലെ? ഇഷ്ടം എന്നൊക്കെ പറയാം. അപ്പൊ നൽചേല നാലുമെന്നമ്മതൻ കയ്യിലെ ഇച്ഛയിൽ നൽകേണം ഇന്നു തന്നെ. എന്ത് ചെയ്യണം? ഇതെല്ലാം ഇന്ന് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആഗ്രഹത്തോടെ, ഇഷ്ടത്തോടെ ഞാൻ കൊടുത്തു വിടുന്നതാണ്. അത് കൊടുക്കണം എന്ന് പറഞ്ഞല്ലേ? എന്നമ്മ തന്നോട് ചൊല്ലണം പിന്നെ നീ എന്നെ മറക്കല്ല എന്നിങ്ങനെ. എന്താണ് അമ്മയോട് ചൊല്ലാൻ പറയുന്നേ? പറയാൻ, ചൊല്ലുക, പറയുക അല്ലെ? ചൊല്ലുക, പറയുക. അപ്പൊ ചൊല്ലാൻ എന്താ പറയുന്നേ? എന്നമ്മ തന്നോട്, എന്നെ അമ്മയോട് എന്ത് പറയണം? പിന്നെ എന്നെ മറക്കല്ല എന്നിങ്ങനെ. എന്നെ മറക്കല്ലേ എന്ന് പറഞ്ഞിടണം. അതായത് അമ്പാടിയിലായിരുന്നു കുഞ്ഞുകൃഷ്ണൻ വളർന്നത് അല്ലേ? അപ്പൊ മുതിർന്നപ്പോൾ രാജാവായപ്പോൾ ദ്വാരകയിലാണ് ഇപ്പൊ കൃഷ്ണൻ വസിക്കുന്നത്. അപ്പൊ നന്ദഗോപര് അമ്പാടി, നമ്മൾ ആദ്യമേ പറഞ്ഞു കഥയുടെ സന്ദർഭം അതാണെന്ന്. അമ്പാടി ഇന്ന് ദ്വാരകയിൽ എത്തുന്നതാണ് ശ്രീകൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ട് അല്ലേ? അപ്പോ എന്താ പറയുന്നത്? അപ്പൊ അമ്മയെ കുറെ നാളെ കാണാണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പൊ അച്ഛനെ കണ്ടപ്പോ അമ്മയുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന, അമ്മയ്ക്ക് പുതിയ വസ്ത്രങ്ങള് എടുത്തു കൊടുക്കുന്നേ, പിന്നെന്ത് പറയുന്നേ? അല്ലേ, ഞാൻ ഇഷ്ടത്തോടെ തന്നെയാണെന്ന് പറയണമെന്ന് പറയുന്നല്ലേ? പിന്നെന്ത് പറഞ്ഞു? എന്നെ മറക്കല്ല എന്ന് പറയണം എന്നൊക്കെയാണ് പറയുന്നത് അല്ലേ? അപ്പോ പഴയ അച്ഛനെ കാണുമ്പോൾ എന്താണ് ശ്രീകൃഷ്ണന്റെ മനസ്സിൽ ഇങ്ങനെ പഴയ കാര്യങ്ങള്, അതായത് അമ്പാടിയിൽ ഞാൻ കളിച്ചു വളർന്നതും അമ്മയോട് കളിച്ചതും ഒക്കെ എന്ത് ഓർമ്മിക്കുകയാണ് അല്ലേ? മനസ്സിലേക്ക് ഇങ്ങനെ ഓടി എത്തിയെന്ന്. അപ്പോ മാതൃപുത്രബന്ധത്തിന്റെ, അതായത് അമ്മയും മകനും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെയാണ് അല്ലേ? ഊഷ്മളതയാണ് ഈ വരികളിലൊക്കെ പറയുന്നത്. പിന്നെന്താ പറഞ്ഞത്? പാൽവെണ്ണയുണ്ണാഞ്ഞ് വേദനയുണ്ടുള്ളിൽ പാരമെനിക്കൊന്ന് ചൊൽക വേണം. പാൽവെണ്ണ, വെണ്ണ തിന്നാഞ്ഞിട്ട് എന്ത്? ഉണ്ണുക, തിന്നുക അല്ലെ? ഉണ്ണാഞ്ഞിട്ട് എന്തുണ്ട്? വേദനയുണ്ടെന്ന് പറയണം. ആരോട്? അമ്മയോട് അല്ലേ? പാരമെനിക്കെന്ന് ചൊൽക വേണം. മനസ്സില് എനിക്ക് വെണ്ണ കഴിക്കാത്തതിനുള്ള വിഷമം ഉണ്ട് എന്ന് പറയണമെന്ന്
പറയുന്നത്. അമ്മ തരുന്ന പാൽ വെണ്ണ രുചിക്കാൻ കഴിയാത്തതിൽ തനിക്ക് വലിയ സങ്കടമുണ്ടെന്ന് പറയുന്നല്ലേ. പിന്നെന്താ പറയുന്നേ? വെണ്ണയും അടുത്ത എത്ര പോരെ വരികൾ ഒന്നുകൂടി ഞാൻ പാടാം. അമ്മയ്ക്കു നൽകുവാൻ ചെമ്മുള്ള ചേലകൾ നന്ദന്തൻ കയ്യിലെ നൽകിച്ചൊന്നാൻ നൽചേല നാലുമെന്നമ്മതൻ കയ്യിലെ ഇച്ഛയിൽ നൽകേണമിന്നു തന്നെ. ഇച്ഛ ആഗ്രഹം. എന്നമ്മ തന്നോട് ചൊല്ലണം പിന്നെ നീ എന്നെ മറക്കല്ല എന്നിങ്ങനെ. പാൽവെണ്ണയുണ്ണാഞ്ഞ് വേദനയുണ്ടുള്ളിൽ പാരമെനിക്കെന്നു ചൊൽക വേണം. ചൊൽക പിന്നെ. അപ്പോ അച്ഛനു മുമ്പിൽ അമ്മയെ കുറിച്ചുള്ള ഇങ്ങനെ ഓർമ്മകൾ അയവിറക്കുമ്പോൾ എന്താണ് രാജാവായ ശ്രീകൃഷ്ണ അമ്പാടിയിലെ ഉണ്ണിക്കണ്ണനായിട്ട് മാറിയെന്നല്ലേ. കുഞ്ഞും ഉണ്ണിക്കണ്ണനായിട്ട് അവിടെ വളർന്ന ഉണ്ണിക്കണ്ണനായിട്ട് ഇങ്ങനെ മാറിയെന്ന്. അപ്പൊ ഓരോരോ കാര്യങ്ങളും വെണ്ണ കെട്ട് നിന്നതും ഒക്കെ ഇങ്ങനെ ഓർമ്മിക്കുന്നല്ലേ. അതാണ് പറഞ്ഞത്. കുറെ പേര് വീഡിയോ ഓൺ ചെയ്യാതെ ഉണ്ട് കേട്ടോ. ജൂലിയറ്റ് ജോസ്, അലൻ പി സാംസൺ, അലനെ ആവുന്നുണ്ടാവില്ല ചിലപ്പോ അല്ലെ. ജോമൽ, ജുവല്, ആസിയ ഇവരൊക്കെ ഒന്ന് വീഡിയോ ഓൺ ചെയ്തേ. ഇവിടെ ശ്രദ്ധിച്ചെനിക്ക്. ഓക്കെ, ഇപ്പൊ പറഞ്ഞ ഭാഗങ്ങൾ ഒന്നുകൂടി വായിക്കാം. അമ്മയ്ക്കു നൽകുവാൻ ചെമ്മുള്ള ചേലകൾ നന്ദന്തൻ കയ്യിലെ നൽകിച്ചൊന്നാൻ നൽചേല നാലുമെന്നമ്മതൻ കയ്യിലെ ഇച്ഛയിൽ നൽകേണമിന്നു തന്നെ. എന്നമ്മ തന്നോട് ചൊല്ലണം പിന്നെ നീ എന്നെ മറക്കൊല്ല എന്നിങ്ങനെ. പാൽവെണ്ണയുണ്ണാഞ്ഞ് വേദനയുണ്ടുള്ളിൽ പാരമെനിക്കെന്നു ചൊൽക പിന്നെ. അത്ര വരെ ക്ലിയർ ആണോ മക്കളെ? യെസ്. ഒന്ന് വായിച്ചേ എത്ര വരെ. ആരാ വായിക്കുന്നേ? ആർക്കാ ഇപ്പൊ വായിക്കാൻ പറ്റുമോ നല്ല വൃത്തിക്ക്? സെൽന. ഓക്കെ, ശ്രദ്ധിക്കണേ കേട്ടോ. കുറച്ച് വിഷമം പോലെ തോന്നുന്നുണ്ടാവും നിങ്ങൾക്ക്. അമ്മയോട് പറയാൻ. അമ്മയ്ക്കു നൽകുവാൻ ചെമ്മുള്ള ചേലകൾ നന്ദൻ കയ്യിലെ നൽകിച്ചൊന്നാൻ നട്ടെല്ലാ നാലുമെന്നമ്മതൻ കയ്യിലെ ഇച്ഛയിൽ നൽകണമിന്നു തന്നെ. എന്നമ്മ തന്നോടും ചൊല്ലണം എന്നെ മറക്കല്ല എന്നിങ്ങനെ. പാൽവെണ്ണയുണ്ണാനും വേദനയുണ്ടെങ്കിൽ പാരമെനിക്കെന്നു ചൊൽക പിന്നെ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആർക്കെങ്കിലും പാടാൻ പറ്റുമോ? ആരാണ് റെഡി? അലൻ മാത്യു. ഓക്കെ, അലൻ പാടി. അലൻ. അമ്മയോട് പറയാൻ. അമ്മയ്ക്കു നൽകുവാൻ ചെമ്മുള്ള ചേലകൾ ദന്തൻ കയ്യിലെ നൽകിച്ചെന്നാൽ നെൽച്ചേല നാലുമൊന്നമ്മ തൻ കയ്യിലെ ഇച്ഛയിൽ നൽകണമെന്നു തന്നെ. എന്നമ്മ തന്നോട് ചൊല്ലണം പിന്നെ നീ എന്നെ മറക്കല്ല എന്നു ഇങ്ങനെ. പാൽവെണ്ണയുണ്ണാഞ്ഞു വേദനയുണ്ടുള്ളിൽ പാരമെനിയുണ്ണാഞ്ഞ് വേദനയുണ്ടുള്ളിൽ പാരമെനിക്കെന്നു ചൊൽക പിന്നെ. ഓക്കെ, നെക്സ്റ്റ് ആരാ? റിലു ആബിദ്. ഓക്കെ മോനെ, വെരി ഗുഡ്. അലൻ. അമ്മയോട് പറയാൻ. അമ്മയ്ക്കു നൽകുവാൻ ചെമ്മുള്ള ചേലുകൾ നന്ദൻ കയ്യിലെ നൽകിച്ചെന്നാൽ നൽചേല നാലുമെന്നമ്മതൻ കയ്യിലെ ഇച്ഛയിൽ. എന്നമ്മ തന്നോട് ചൊല്ലണം പിന്നെ നീ എന്നെ മറക്കല്ല എന്നിങ്ങനെ. പാൽവെണ്ണയുണ്ണാനും വേദനയുണ്ടുള്ളിൽ
പാരമെന്നിക്കന്ന് ചൊൽക ചൊൽക പിന്നെ. ഓക്കെ, അത്ര വരെ ക്ലിയർ ആണോ മക്കളെ? ഓക്കെ, വായിക്കാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? യെസ്. ഓക്കെ, നെക്സ്റ്റ് ലൈൻസ് നോക്കിയേ. വെണ്ണയും പാലും ഇങ്ങാരാനും പോരുന്നോരുണ്ടെങ്കിൽ മെല്ലെ വരുത്ത വേണം. വെണ്ണയും പാലും ഇങ്ങാരാനും പോരുന്നോരുണ്ടെങ്കിൽ, അല്ലേ? എന്താ പറഞ്ഞേ? വെണ്ണയും പാലും ആരാനും ഇങ്ങോട്ട് പോരുന്നുണ്ടെങ്കിൽ, അതായത് അമ്പാടിയിൽ നിന്ന് ദ്വാരകയിലേക്ക് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞേ? വെണ്ണയും പാലും വരുത്ത വേണം. പാലും വെണ്ണയും, വെണ്ണപ്രിയനാണല്ലേ, അതുകൊണ്ട് ഇതൊക്കെ ഇങ്ങോട്ട് വരുത്തണം എന്നാണ് പറയുന്നത്. പിന്നെന്താ പറയുന്നത് നോക്കിയേ. പിള്ളേരെ നുള്ളിനാൻ എന്നങ്ങ് ചൊല്ലിയിട്ട് പീലി കൊണ്ട് എന്നെ അടിച്ചാളമ്മ. എന്തിനാ അമ്മ അടിച്ചത്? നിങ്ങൾക്കും ഉണ്ടാവുമല്ലേ ഒരുപാട് ഓർമ്മകൾ അല്ലേ? അമ്മയുമായിട്ട് സല്ലപിച്ച ഓരോ ഓർമ്മകളും ഉണ്ടാവുണ്ടോ? ഈ പാട്ട് പാടുമ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ വല്ല ഓർമ്മയും വന്നിട്ടുണ്ടോ? ശ്രീകൃഷ്ണനെ പോലെ ഇല്ലേ? ഒരു ബന്ധുവും ഇല്ല, മാതൃപുത്ര ബന്ധുവൊന്നും ഇല്ലേ നിങ്ങൾക്ക്? മാതാവിനോട് പ്രത്യേകിച്ച് സ്നേഹമൊന്നും ഇല്ലേ? ആരെയും മാതാവ്? അമ്മ. അമ്മ, ഷാൻ, വെരി ഗുഡ്. അമ്മ അല്ലെ? അമ്മയോട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ബന്ധമൊന്നും ഇല്ല? ചെറുപ്പത്തിലൊന്നും ചെയ്തതോ, ഒന്നും ഇതാക്കിയതോ, സ്നേഹിച്ചതോ, ഉമ്മ വെച്ചതോ ഒന്നും ഓർമ്മയില്ല? ഉണ്ട് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. സമാധാനായി എനക്ക് അല്ലേ? അപ്പൊ അതുപോലെ കൃഷ്ണന് ഓർമ്മയുണ്ട്. കൃഷ്ണൻ കുഞ്ഞു നാളുകളില് അമ്മയടുത്ത് നിന്ന് വെള്ളം മേടിച്ചിരുന്നതും അമ്മ എന്നെ തല്ലിയതും അങ്ങനെ പല കാര്യങ്ങളും ഓർമ്മയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഓർമ്മയില്ല എന്തെങ്കിലും സംഭവം ഉണ്ടോ മിസ്സിനോട് പറയാൻ ആർക്കെങ്കിലും? പ്രത്യേകിച്ച് അങ്ങനെ സീരിയസ് ആയിട്ട് ഒന്നുമില്ല. എന്നെ അമ്മ തച്ചിട്ടുമില്ല, എന്നെ സ്നേഹിച്ചിട്ടുമില്ല അല്ലേ? ആണോ? ആർക്കാ ഇല്ലത് എന്തെങ്കിലും പറയാൻ? ഇതേപോലെ ഇപ്പൊ കൃഷ്ണനെ ഓർമ്മിക്കുന്ന കാര്യങ്ങള് ആർക്കും ഇല്ലേ? ആർക്ക്? റിലൂന? ആരാണ് റിലു. എന്താ റിലു? നമുക്ക് കേട്ടു നോക്കാല. ശ്രീകൃഷ്ണനെ പോലെ റിലുവിനും എന്തോ ഉണ്ട്. ക്ലിയർ ഇല്ലടാ. സ്കൂള് തുറക്കുമ്പോ ചോറ് വാഴ്ത്തരുന്ന എല്ലാം ഓർമ്മയുണ്ട്. എന്താ റിലുവിന് ചോറ് വാരി എപ്പം കൊടുക്കലുണ്ട്. കഴിഞ്ഞ ആദ്യത്തെ വർഷം ട്രൂ ലൈറ്റിൽ വരുമ്പോ ഒക്കെ വാരി കൊടുക്കുന്നതാണ്. അത് മിസ്സിനറിയാം അല്ലേ സന? ഓക്കെ, അപ്പോഴൊക്കെ ഇങ്ങനെ ഓമനിച്ച് വളർത്തുന്നതാണല്ലേ? അതുപോലെ എല്ലാരെയും ഉണ്ടാവും വളർത്തുന്നത് അല്ലേ ജോയല്? ജോയല് പറഞ്ഞ എന്നെ അങ്ങനെയൊന്നും അമ്മ സ്നേഹിക്കുന്നൊന്നും ഇല്ലല്ലോ, ഇവിടെ ഏഞ്ചലിനെ അല്ലേ സ്നേഹിക്കുന്ന കാണുന്നുള്ളൂ അല്ലേ? മരിയനെ അല്ലേ സ്നേഹിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോ അതുപോലെ കൃഷ്ണൻ ഇങ്ങനെ ഓർമ്മിക്കുന്നത് എന്ത്? വെണ്ണയും പാലും അറ്റം എന്ന് അവിടുന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ വെണ്ണയും പാലും ഒക്കെ ഇങ്ങോട്ട് വരുത്തണം. പിന്നെന്താ പറഞ്ഞേ? അടുത്ത ലൈൻ പറയുമ്പോ ഞാൻ അമ്മയുടെ കാര്യം ചോദിച്ചത് എന്ത്? പിള്ളേരെ നുള്ളിനാൻ എന്നങ്ങ് ചൊല്ലിയിട്ട് പീലി കൊണ്ട് എന്നെ അടിച്ചാളമ്മ. അമ്മ അടിച്ചിനി എതിനോണ്ടാ? പീലി കൊണ്ട്. ഭയങ്കര വേദനയായിരിക്കും അല്ലേ? അപ്പൊ എന്തിനാണ് അടിച്ചിനി? വേദന ഉണ്ടാവില്ല, അതാ പറഞ്ഞത് കേട്ടോ. അപ്പൊ എന്തിനാ അടിച്ചത്? പിള്ളേരെ നുള്ളി എന്ന് പറഞ്ഞിട്ടല്ലേ? ഏതോ കുഞ്ഞിനെ പിടിച്ച് നുള്ളി, അപ്പൊ അമ്മ അടിച്ചു അല്ലെ? എന്തിനോണ്ട്? പീലി കൊണ്ട്. അപ്പൊ പിള്ളേരെ നുള്ളി ഞാൻ എന്നങ്ങ് ചൊല്ലിയിട്ട് പറഞ്ഞിട്ട് പീലി കൊണ്ട് എന്നെ അടിച്ചാളമ്മ. നെക്സ്റ്റ് എന്താ പറയുന്നത്? കേണുകൊണ്ടെന്നു വഴക്കായി പോയി ഞാൻ ഊണിനു വാരാതെ നിന്ന നേരം. നിങ്ങളൊക്കെ അടി കിട്ടി എന്ത് ചെയ്യും? അമ്മ എന്തിനെങ്കിലും പിടിച്ചിട്ട് ഒരടിയോ ഒരു നുള്ളോ ഒരു ചെവി ഇങ്ങനെ പിടിക്കാൻ പോയാൽ മതി. അപ്പോഴൊക്കെ എന്തായി? കുറെ ഗെയിമൊക്കെ കളിക്കുമ്പോൾ വേണമെങ്കിൽ അമ്മമാർ വന്നിട്ട് കുറെ സമയമായി ഈ ഗെയിമും കളിച്ചുകൊണ്ടിരിക്കുന്നു പറഞ്ഞിട്ട് ഒന്ന് ചെവിയാറ്റം പിടിക്കാൻ പോയാൽ പിന്നെ പിന്നെ ചൊടിയായി, ചോറ് വേണ്ട, എവിടെയെങ്കിലും പോയി കട്ടിലിൽ ഉറങ്ങലായി, വാതിലങ്ങ് അടച്ചു അല്ലേ? അങ്ങനെയൊക്കെയാണ് ചില കുട്ടികള് അല്ലെ? അത് പലരും ചെയ്യാറുണ്ട്.
മുഖം എല്ലാം തെളിഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? അപ്പൊ ഗെയിം മൊബൈൽ കൊടുക്കും എന്തിന്? ക്ലാസ്സിൽ കയറാൻ. ക്ലാസ് കഴിഞ്ഞ ഉടനെ എല്ലാം മടക്കി വെച്ചിട്ട് ഗെയിം കളിക്കും അല്ലേ? അപ്പൊ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോ അമ്മ വന്നിട്ട് കുറെ സമയമായി ഗെയിം കളിക്കാൻ തുടങ്ങിയിട്ട്, ഇത് എത്ര സമയമായി? പഠിക്കുകയും വേണ്ട എഴുതുകയും വേണ്ട, ഓന് ഒന്നും വേണ്ട പറയൂ അല്ലേ? അപ്പൊ ഒരു ചെവി ഇങ്ങനെ പിടിക്കാൻ കളിച്ചാൽ മതി, അടിക്കൊന്നും വേണ്ട, ചെവിക്കൊന്നും ഉള്ളൊന്നും വേണ്ട. അപ്പോഴൊക്കെ ചൊടിയായി, ചോറുണ്ണൂല, പിന്നെ വാതിലങ്ങ് അടച്ചു, മുറുക്കെ കൊട്ടി അങ്ങ് അടച്ചു അല്ലേ? പിന്നെ കടന്നു ഇതായി. അതെല്ലാരും ചെയ്യാറുണ്ട്. അപ്പൊ അതുപോലെ കൃഷ്ണൻ എന്ത് ചെയ്തു? അന്ന് അടിച്ച സമയത്ത് പീലി കൊണ്ടൊന്ന് അടിച്ച് ചെറുങ്ങനെ, വേദനയൊന്നും പറ്റൂല, എന്നാലും ചൊടിച്ചിട്ട് എന്ത് ചെയ്തു? കേണു കരഞ്ഞു. കേണു കൊണ്ടന്നു വഴക്കായി പോയി അല്ലേ? വഴക്കിട്ട് ചൊടിച്ചിട്ട് പോയി. എന്നിട്ടോ ഞാൻ ഊണിന്നു വരാതെ നിന്ന നേരം, ഊണ് ഭക്ഷണം അല്ലേ, ഊണ് കഴിക്കാൻ വേണ്ടി വരാതെ നിന്ന സമയം ആരോർത്തു? ശ്രീകൃഷ്ണൻ ഓർത്തു അല്ലേ? കൃഷ്ണൻ ഓർത്തു. പിന്നെന്താ പറഞ്ഞേ? തെണ്ടമായെന്നതിനന്നു നീ നൽകീന കണ്ടിക്കഞ്ചേല മറക്കൊല്ലാതെ. അതൊക്കെ നിങ്ങൾക്ക് മറക്കാതെ ഓർമ്മയുണ്ടല്ലേ എന്നാണ് പറയുന്നല്ലേ. പിന്നെന്താ പറഞ്ഞേ? പൊങ്ങിനോരോശ പുലമ്പി നിന്നിടുന്ന കിങ്ങിണി എങ്ങാനും വീഴല്ലാതെ. പൊച്ചയാക്കാണ്ട് എടിങ്ങ് മാറി നിൽക്കും അല്ലേ? അപ്പൊ കിങ്ങിണി കിലുങ്ങും അല്ലേ? കല്ല കളയൊക്കെ കിലുങ്ങും. പിന്നെന്താ പറഞ്ഞേ? പാവകളൊന്നുമേ പാഴായി പോകാതെ പാലിച്ചു കൊള്ളേണം പാരാതെ നീ. പാവകൾ അല്ലേ? പാവകളൊക്കെ മേടിച്ചു കൊടുക്കും കുഞ്ഞുങ്ങൾക്ക്. അപ്പൊ പാവകളെയൊന്നും പാഴായി പോകാതെ പാലിച്ചു കൊള്ളേണെന്ന് പറയും അല്ലേ? സംരക്ഷിച്ചു കൊള്ളേണെന്ന് പറയും അല്ലേ? അമ്മമാർ അങ്ങനല്ലേ, ഒന്നും കളയാൻ വിടൂല അല്ലേ? പിന്നെന്താ പറഞ്ഞേ? ചേണുറ്റു നിന്നുള്ളോരോണവില്ലൊന്നുമേ ഞാണറ്റു പോകല്ല ഞാൻ വരുമ്പോൾ. ഇപ്പൊ ഇതന്നെയാണ് പഴയ അമ്പാടിയിലത്തെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ അക്കമിട്ട് പറയണല്ലേ, ഓർത്തോർത്ത് എടുക്കുകയാണ് കൃഷ്ണൻ. പഴയ കാര്യങ്ങളൊക്കെ അപ്പൊ അച്ഛനെ കണ്ട സമയത്ത് പെട്ടെന്ന് കുഞ്ഞു നാളിലത്തെ എല്ലാ കാര്യങ്ങളും ഓർമ്മ വന്നു. ഉണ്ണിക്കണ്ണനായി മാറിയല്ലേ? രാജാവൊക്കെ പോയി അവൻ അമ്പാടിയിൽ കളിച്ചു വന്ന ഉണ്ണിക്കണ്ണനായിട്ട് ഓരോ ലീലകളും ഇങ്ങനെ ഓർത്ത് നിൽക്കുന്നതാണ് അല്ലേ ഇതിൽ പറയുന്നത്. അപ്പോ അവിടുന്ന് ഇങ്ങോട്ട് ഞാൻ ഒന്നുകൂടി പാടാ. വെണ്ണയും പാലുമിങ്ങാരാനും പോരുന്നോരുണ്ടെങ്കിൽ മെല്ലെ വരുത്ത വേണം, പിള്ളേരെ നുള്ളിനാൻ എന്നങ്ങ് ചൊല്ലിയിട്ട് പീലി കൊണ്ടെന്നെ അടിച്ചാളമ്മ. കേണുകൊണ്ടന്നു വഴക്കായി പോയി ഞാൻ ഊണിന്നു വരാതെ നിന്ന നേരം, തെണ്ടമായെന്നതിനന്നു നീ നൽകിന കണ്ടിക്കഞ്ചേല മറക്കൊല്ലാതെ. പൊങ്ങിനോരോശ പുലമ്പി നിന്നിടുന്ന കിങ്ങിണി എങ്ങാനും വീഴല്ലാതെ. പാവകളൊന്നുമേ പാഴായി പോകാതെ പാലിച്ചു കൊള്ളേണം പാരാതെ നീ. ചേണുറ്റു നിന്നുള്ളോരോണവില്ലൊന്നുമേ ഞാണറ്റു പോകല്ല ഞാൻ വരുമ്പോൾ. ഇത്രയാണ് വരികൾ. ഒന്ന് അവിടുന്ന് ഇങ്ങോട്ട് ഇനി ബാക്കി കുറെ പേര് പാടാനുണ്ടല്ലോ. നേരത്തെ ആരാണ്? ഹസ്ന പാടുവോ? ഹസ്ന പാടിക്കോ ഹസ്ന. വെണ്ണയും പാലും അവിടുന്ന് മുതല്. എണ്ണയും പാലും പാലുമിങ്ങാരാനും പോരുന്നോ, ഇങ്ങനെ ആരായെങ്ങും പോരുന്നോ ഉണ്ടെങ്കിൽ മെല്ലെ വരുത്ത വേണം. കുട്ടി പിള്ളേരെ നുള്ളിപ്പറിച്ചു എന്നൊന്നുമില്ലേ? പിള്ളേരെ നുള്ളിനാൻ എന്നങ്ങ് ചൊല്ലിയിട്ടു പിള്ളേരെ നുള്ളിനാൻ എന്നങ്ങ് ചൊല്ലിയിട്ടു പീലി കൊണ്ടെന്നെ അടിച്ചാളമ്മ.
നീ കൊണ്ട് എന്നെ അടിച്ചാലമ്മ കേണുകൊണ്ടന്നു വഴക്കായി പോയി ഞാൻ ഞാൻ ഊണിന്നു വാരാതെ ഏ, നിന്ന നേരം. നേരം ശരിക്കും വായിച്ചേ. തിണ്ണമായി തെണ്ടമായെന്നതിനന്നു നീ നൽകിന നിന്നു എന്നു ഞാൻ പാടാൻ പറ്റില്ല. ഹസ്ന ഒന്ന് ശ്രദ്ധിക്കണേ. നെക്സ്റ്റ് ഇവിടെ ഏഞ്ചൽ റോസ് നേരത്തെ കൈവെക്കുന്നുണ്ടായിരുന്നു. ഏഞ്ചൽ എന്ന് പാടിയ ഏഞ്ചല്. വെണ്ണയും പാലും ഇങ്ങാരാനും പോരുന്നോ. വെണ്ണയും പാലും ഇങ്ങാരാരും പോരുന്നുണ്ടെങ്കിൽ മെല്ലെ മെല്ലെ വരുത്ത വേണം. പിള്ളേരെ ഞാനാണെന്നു ചൊല്ലിട്ടു പീലി കൊണ്ട് എന്നെ അടിച്ചാളമ്മ. കേണുകൊണ്ടൊന്നു വഴക്കായി പോയി ഞാൻ ഊണിനു വരാതെ നിന്ന നേരം. എന്താ അർത്ഥം? പ്രായശ്ചിത്തം. എന്നതിനു നൽകിന അന്നു നീ നൽകിന കഞ്ചേല മറക്കൊല്ലാതെ പൊങ്ങിനോ രോഷ പുലമ്പി പിന്നിടുന്ന കിങ്ങിണി എങ്ങാനും വീഴാതെ പാവകളൊന്നുമേ പാഴായി പോകാതെ പാലിച്ചു കൊള്ളണം പാരാതെ നീ. നിന്നുള്ളൊരുണവിലൊന്നുമേ ഞാനച്ചു പോകൂല ഞാൻ വരുമ്പോൾ. ഓക്കേ. നെക്സ്റ്റ് ആരാ നെക്സ്റ്റ് വായിക്കുന്നേ? അടുത്തേ? നവമി. അമ്മക്കു നൽകി. ആര് വായിക്കുന്നേ? നവമി വായിച്ചോ. ശ്രദ്ധിക്കണേ മോളെ. ഹസ്ന. വെണ്ണയും പാലും ആരാനും ആരാനും പോരുന്നോരുണ്ടെങ്കിൽ പിള്ളേരെ നുള്ളി ഞാൻ ചൊല്ലിട്ടു കൊണ്ടെന്നെ അടിച്ചാളമ്മ. വാഴായി പോയി ഊണിനു വരാത്ത നിന്ന നേരം. തെണ്ടമായെന്നതിനന്നു ആഴ്ചത്തിനായിട്ട് അന്ന് ചെയ്തത്. ഓക്കെ പറഞ്ഞു. കഞ്ചേല മറക്കൊല്ലാതെ പൊങ്ങിയല്ലേ. പുലമ്പി കിങ്ങിണി എങ്ങാനും വീഴല്ലാതെ പാവക്കളെ
പാവകളൊന്നുമേ പാവകളൊന്നുമേ പാഴായി പോകാതെ പാലിച്ചു കൊള്ളേണം. പാരാതെ ചേണുറ്റു ഭംഗിയുള്ള ചേണ് ഭംഗി. ചേണുറ്റു നിന്നുള്ളോരോണവില്ലൊന്നുമേ ചേണിറ്റുള്ള ഓണവിലൊന്നുവേ ഞാണറ്റു പോകല്ല ഞാൻ വരുമ്പോൾ. ഓക്കെ, നെക്സ്റ്റ് ആരാ പാടുന്നേ? ഷഹ്മാവി. ഷഹ്മ അൺമ്യൂട്ട് ചെയ്തേ. വെണ്ണയും പാലും മിങ്ങരുന്നു. വെണ്ണയും പാലുമിങ്ങാരും ആരാനും. വെണ്ണയും പാലും ആരാനും പോരുന്നുണ്ടെങ്കിൽ മെല്ലെ വരുത്ത വേണേ. പിള്ളരെ നുള്ളി ഞാനൊന്നങ്ങു ചൊല്ലിയിട്ട് പീലി കൊണ്ടെന്നെ അടിച്ചാളമ്മ. പീലി കൊണ്ടെന്നടിച്ചാളമ്മ. കേണുകൊണ്ടന്നു വഴക്കായി പോയി ഞാൻ ഊണിന്നു വാരാതെ നിന്ന നേരം. തെണ്ടമായെന്നതിനന്നു നീ നൽകിന എന്തേ ഷഹ്മ, വായിക്കാൻ പറ്റുന്നില്ലേ? ചിരി വരെയാണ് ഷഹ്മക്ക് വായിക്കാൻ കിട്ടാനിട്ട്. ഓക്കെ, അടുത്ത ദിവസം നല്ല വൃത്തി വായിക്കുക കേട്ടോ. അടുത്ത ആരാണ്? ആസിയത്ത് സഫ വായിക്കണം എന്ന് പറഞ്ഞു. വെണ്ണയും പാലും ആരാനും പോരുണ്ടെങ്കിൽ മെല്ലെ വരുത്തു വേണം. പിള്ളേരെ ചൊല്ലിട്ടു പീലി കൊണ്ടെന്നെ അടിച്ചാളമ്മ. കേണു കൊണ്ടെന്നു വഴക്കായി പോയി ഞാനു ഇന്നു വാരാതെ വന്ന നേരം. തെണ്ടമായെന്നതിനു നീ നൽകിന കണ്ടിക്കഞ്ചേലാമാരക്കൊല്ലാതെ പൊങ്ങിനോരോഷാപൂരം ില്ലാതെ പാവകളൊന്നും പാഴായി പോകാതെ പാലിച്ചു കൊള്ളണം പാരാതെ നീ. ചേണുറ്റു നിന്നുള്ളോരോണവില്ലൊന്നുമേ ഞാണറ്റു പോകല്ല ഞാൻ വരുമ്പോൾ. കൃഷ്ണഗാഥ. ഓക്കെ, വെരി ഗുഡ് ആസിയ, നല്ല വൃത്തി വായിച്ചു. ഓക്കെ, അപ്പൊ അമ്മയോട് പറയാൻ ഇന്ന് ഈ കവിത നിങ്ങൾ എന്ത് ചെയ്യുക? നല്ല വൃത്തി കുറെ തവണ വായിക്കുക കേട്ടോ. പിന്നെ 2 പാഠത്തിന്റെ എക്സാം പറഞ്ഞിട്ടുണ്ട് അടുത്ത ക്ലാസ്സിൽ. അപ്പോഴൊക്കെ പഠിച്ചിട്ട് വരണം. പൂമ്പാറ്റയോട്, പിന്നെ ആരാണ് മുമ്പ്, 2 പാഠം. ഓക്കെ, ബൈ. Time is over. Okay, bye. See you.